ഏൻഷ്യൻ്റെ ബ്രെയിനും സാധാരണ ഒരു വ്യക്തിയുടെ ബ്രെയിനുമായിട്ടോ പറയാൻ വേണ്ടിയിട്ടുള്ള വ്യത്യാസങ്ങളില്ല. സ്ട്രക്ചറലി ഇൻ ടേംസ് ഓഫ് വെയിറ്റ് ഓർ ഷേപ്പ് ഓർ സ്ട്രക്ചറലി. ഡിഫറൻസ് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ. അപ്പോൾ നമ്മളൊക്കെ ബ്രെയിനിനെ ഒരു ടൈപ്പ് റൈറ്ററായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് കമ്പ്യൂട്ടറായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം കോൺഷ്യസ്ലി അത് ഉപയോഗിച്ചല്ലോ, അതിന്റെ ഒരു ഇൻബിൽറ്റ് മെക്കാനിസം കൂടെ ഉണ്ടല്ലോ. അതൊരു ആൾ പറയുന്നത് അല്ല, എല്ലാത്തിലും ജനറ്റിക് ഒരു കമ്പോണൻ്റ് ഉണ്ട് എല്ലാത്തിലും. എന്നാലും നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, ഇപ്പോൾ ഏൻഷ്യൻ്റെയൊക്കെ ബ്രെയിന് നോർമൽ ബ്രെയിനേക്കാളും ചില ഭാഗങ്ങൾ ചെറുതാണെന്നാണ് പറയുന്നത്, വലുതല്ല. സ്ട്രക്ചറലി ചെറുതാണെന്നാണ്. ഇതൊക്കെ ഉണ്ടല്ലോ പെയിൻറ്റേഴ്സും മറ്റു, അപ്പോൾ അവരുടെ അതുമായിട്ട് ബന്ധപ്പെട്ട ബ്രെയിൻ വിൽ ബി ലിറ്റിൽ മോർ ഡെവലപ്പ്, വേറെ അതർ ഏരിയാസ് വിൽ ബി. നമ്മൾ ഉപയോഗിക്കാത്ത ബ്രെയിൻ ഏൻഷ്യനെല്ലാം ആരാണെങ്കിലും അത് ചുരുങ്ങും, സൈസിലും ചുരുങ്ങുമോ ഓവർ എ പീരിയഡ് ഓഫ് ടൈം. നമ്മുടെ ഹ്യൂമൻ എവല്യൂഷൻ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ആകൃതിയൊക്കെ മാറി മാറി വരുന്നത്. മറ്റ് ആനിമൽസിന്, ബേസിക് ആനിമൽസിനൊക്കെ സ്മെല്ലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹിപ്പോകാമ്പൽ സർക്കിൾ എന്ന് പറഞ്ഞല്ലോ, അതെല്ലാം കൂടുതൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം പ്രേയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടും മണത്ത് ആഹാരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടും ഇതൊക്കെ. ഹ്യൂമൻ എവല്യൂഷൻ വരുന്തോറും മുഖം അകത്തോട്ട് ചപ്പിപ്പോവുകയും തലച്ചോറ് മുൻവശം കുറച്ചുകൂടെ വലുതാവുകയും ചെയ്യുന്നു. മറ്റേ ഇതിലൊക്കെ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, എലി എന്നൊക്കെ പറയുന്നത്. മനുഷ്യരാകുമ്പോൾ തലച്ചോറ് ഇങ്ങനെ മാറിക്കഴിഞ്ഞില്ലേ. അപ്പോൾ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് പെർസെപ്റ്റബിളല്ല, സ്ലോ ചേഞ്ചസ് ഡു അക്കർ. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ എബിലിറ്റി ഉണ്ടെന്നാണ്. അപ്പോൾ അവരുടെ ബ്രെയിനിൽ അത് എന്താണ് ഒരു വ്യത്യാസം വരുന്നത്? ഇതിൽ ഒരു 90% ട്രെയിനിങ്ങും യുവർ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് യുവർ മൈൻഡ് ടു ഡു സർട്ടൻ തിങ്സ്. ഇപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട തലച്ചോറ് കൂടുതൽ ഡെവലപ്പായി, ഡെക്സ്റ്ററിറ്റിയും അതൊക്കെ കൂടുതലായിരിക്കും. നേരെ മറിച്ച് വേറെ മ്യൂസിക്കും ഇതിനൊക്കെ അതിനും ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങളുണ്ട്, ആ ഭാഗങ്ങളായിരിക്കും കുറച്ചുകൂടെ. സൈസിലും വ്യത്യാസം വന്നില്ലെങ്കിലും ഈ സർക്യൂട്ട്സിൽ വ്യത്യാസം വരും, ആക്ടിവേഷൻ ഓഫ് സർക്യൂട്ട്സ് അതിലാണ് വ്യത്യാസം വരുന്നത്. ഓവറോൾ സ്ട്രക്ചറിലില്ല, സ്ട്രക്ചറിലൊക്കെ ഭയങ്കര ആൾമോസ്റ്റ് സെയിം ആണ്, ഒരു ഡിഫറൻസ് പറയാനൊന്നുമില്ല. ഡോക്ടർ അങ്ങനെയാണെങ്കിൽ ഒരു കൊച്ചുകുട്ടി, ഒരു 3-4 ഒരു വയസ്സുള്ള കുട്ടി മുതൽ if he or she trains in a particular part of the brain, say left side of the brain, say they say is for rational thinking, അതിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ he or she will be able to grow as intelligent as Einstein എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും സാഹചര്യങ്ങൾ, സോഷ്യൽ സർക്കംസ്റ്റൻസസ്, നമ്മളെ വളർത്തിയെടുക്കുന്ന സാഹചര്യങ്ങൾ, നമ്മളെ പ്രോത്സാഹനം ഏത് രീതിയിൽ കിട്ടുന്നു, ഇതനുസരിച്ചൊക്കെ ജനറ്റിക് കമ്പോണൻ്റ് എല്ലാത്തിലും ഉണ്ട് ടു സം എക്സ്റ്റെൻറ്റ്. ബാക്കി മുഴുവനും എൻവയോൺമെൻറ്റും സോഷ്യൽ സിറ്റുവേഷനാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഈ ഗിഫ്റ്റഡ് എന്നുള്ളൊരു കാറ്റഗറി ഇല്ല എന്നാണോ പറയുന്നത്? യു മീൻ ടു സേ ദർ ഇസ് നോ ഗിഫ്റ്റഡ് കാറ്റഗറി? എന്താ വെച്ചാൽ ഇപ്പോൾ അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ക്ലിൻറ്റ് എന്ന് പറയുന്ന കുട്ടി, ക്ലിൻറ്റ് വളരെ ചെറിയ പ്രായത്തിൽ ഇത്രയേറെ പെയിന്റിങ് വരച്ചു. അപ്പോൾ ഒരിടത്തൊന്നും ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവില്ല. ജനറ്റിക് ആയ ഫാക്ടർ ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പോൾ ദർ ഷുഡ് ബി സംതിങ് that inspires the artist in him, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള വളരെ ചുരുക്കം എക്സാമ്പിൾസ് കാണും. അതെല്ലാം വി ഹാവ് ടു സ്റ്റഡി മോർ ഇൻ ഡീപ് ഡെപ്ത്. അനദർ തിങ്, നേരത്തെ നമ്മൾ സംസാരിച്ചാണ് ഈ ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ, ആ കൺസെപ്റ്റോടൊന്ന് പറയാം. കാരണം റൈറ്റ് ബ്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ കൂടുതലായി ആർട്ടിസ്റ്റിക് ആണ് എന്നാണല്ലോ പറയാറ്, അതായത് ലെഫ്റ്റീസ് ബേസിക്കലി. അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്? ഇത് നോർമലി റൈറ്റ് ഹാൻഡഡ് ആണ് ഹ്യൂമൻ ബീയിങ്സൊക്കെ, വലത്തെ കൈയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റിയൊക്കെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ബ്രെയിനാണ് നിയന്ത്രിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, കോർഡിനേഷൻ, പെയിൻറ്റിങ്ങും ഇതുപോലുള്ള പല ആക്ടിവിറ്റീസും റൈറ്റ് സൈഡ് ഓഫ് ദി ബ്രെയിനാണ്, പരേറ്റോ ടെമ്പറൽ ലോബിലുള്ള റൈറ്റ് സൈഡ് ഓഫ് ദി ബ്രെയിനാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ചിലർ ആംബിഡെക്സ്ട്രസ് ആയിരിക്കും, ബോത്ത് സൈഡ്സ് ഓഫ് ദ ബ്രെയിൻ ആർ ഈക്വലി കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ സ്പോർട്സിലൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള നല്ലൊരു ശതമാനം ആളുകളും ലെഫ്റ്റ് ഹാൻഡഡ് ആയിരിക്കും. കാരണം ഡെക്സ്റ്ററിറ്റിക്ക്
കൂടുതലും ലെഫ്റ്റ് ഹാൻഡഡ് ആളുകളാണ് ബെറ്ററാണ് എന്നുള്ളത്. കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ളതും റൈറ്റ് ബ്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അതായത് ലെഫ്റ്റീസ് ആണ് കൂടുതൽ. ക്രിയേറ്റിവിറ്റിയുടെ ചില ഭാഗങ്ങൾ റൈറ്റും ചില ലെഫ്റ്റും ഒക്കെ വരുന്നുണ്ട്. So which means in a normal human being, the left side is more active than the right, because most of us ലെഫ്റ്റ് are ബ്രെയിൻ left brain. Yes, side. So most of us are right-handed. Although the left side is ലെഫ്റ്റ് more സൈഡ് ഓഫ് ദ active. ബ്രെയിൻ ഇസ് മോർ ആക്റ്റീവ്. അതുപോലെ ഡോക്ടർ ബ്രെയിന് ജെൻഡർ ഉണ്ടോ? ലൈക്ക് ഒരു Gender effect. ജെൻഡർ ഇപ്പോൾ ഒരു ബ്രെയിനിൽ കണ്ടാൽ സ്ട്രക്ചറലി ജെൻഡർ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വ്യത്യാസം. ബ്രെയിനിൽ നിന്ന് നമുക്ക് വയ്ക്കണോട്ട് അപ്പോൾ ഇതൊരു സോഷ്യൽ കണ്ടീഷനിങ് ആണോ ജെൻഡർ എന്ന് പറയുന്നത്? ടോട്ടലി സോഷ്യൽ കണ്ടീഷനിങ് ആണോ? ജെൻഡർ എന്നൊക്കെ പറയുന്നത് ഈ നമ്മുടെ ക്രോമസോം അനുസരിച്ചിരിക്കും. അല്ലാതെ ബ്രെയിൻ ആസ് സച്ച് ബ്രെയിൻ അല്ലല്ല, ബ്രെയിൻ നത്തിങ് ടു ഡു വിത്ത് ദാറ്റ്. അപ്പോൾ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടിയെ തിരിച്ചു പെൺകുട്ടിയെ ആൺകുട്ടിയെ പോലെ പെൺകുട്ടി എല്ലാവരുടെയും ഹ്യൂമൻ ബീയിങ്ങിൻ്റെ എല്ലാവരുടെയും ബ്രെയിൻ ഒരുപോലെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ സ്ത്രീകളുടെ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ അങ്ങനെ ഒരു തിയറി ഉണ്ടല്ലോ, ചില സ്ത്രീകളുടെ ഒരു സർട്ടൻ സൈഡ് ഓഫ് ബ്രെയിൻ ആണ് മോർ ആക്റ്റീവ്, അങ്ങനെ ഉണ്ടോ? അങ്ങനെ സ്പെസിഫിക് ആയിട്ട് സയൻറ്റിഫിക്കലി അങ്ങനെ ഒരു വകഭേദമില്ല. പിന്നെ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് യു ഡു ഇൻ ലൈഫ്. ആൻഡ് നമ്മളെ ബ്രിങ്ങിങ് അപ്പ് സ്റ്റേജിൽ നമ്മുടെ ഇൻട്രസ്റ്റൊക്കെ എന്തിലായിരുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്നത്. അത് എന്നും പറഞ്ഞാൽ ആ ഭാഗത്തിൻ്റെ ബ്രെയിൻ കൂടുതൽ ഡെവലപ്പ് ചെയ്യണമെന്നില്ല. ഈ സർക്യൂട്ട് ഇൻ്റർ കണക്ഷൻസ് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഡോക്ടർ, അതുപോലെ ആദ്യം ഓട്ടിസത്തിൻ്റെ കാര്യം ഉണ്ണി ചോദിച്ചു. ഈ ഓട്ടിസം കേരളത്തിൽ നല്ല പൊതുവേ കൂടി വരുന്നുണ്ട് എന്ന് നമുക്ക് നോക്കിയാൽ കാണാം. എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു റീസൺ എന്താണ്? നമ്മളെ ഇപ്പോഴത്തെ ഡിസീസിൻ്റെ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ ഏർലി ഡിറ്റക്ഷനാണ്. പ്രത്യേകിച്ചും കേരളം പോലെ നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള സംസ്ഥാനമാണ്. അപ്പോൾ ചെറിയ പ്രോബ്ലം ഉള്ളപ്പോൾ തന്നെ ഏർലി ഡിറ്റക്ഷൻ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഫെസിലിറ്റീസ് ആർ ഓൾസോ അവൈലബിൾ. ഇപ്പോൾ ഓട്ടിസമൊക്കെ ഉണ്ടെങ്കിൽ ആട്ടിസം ഉള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ. ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ കൂടുതലായി ജനിക്കുന്നുണ്ടോ കേരളത്തിൽ? ഇപ്പോൾ നമ്പർ കൂടിയിട്ടുണ്ടോ? അനോമലീസ് ഇപ്പോൾ കുറവാണ്, നേരെ തിരിച്ചാണ്. പണ്ടൊക്കെ ഒരു 20 വർഷത്തിന് മുമ്പേ ഞാൻ മെഡിക്കൽ കോളേജൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നട്ടലിൻ്റെ തലച്ചോറിൻ്റെ അനോമലീസുള്ള, നട്ടലിൽ മുഴ വരികയും കാലിൻ്റെ ചലനം നഷ്ടപ്പെട്ട രീതിയിലുള്ളതും തല വലുതായിട്ടുള്ള കുട്ടികൾ, ഇങ്ങനെയൊക്കെ ഉള്ളവർ ഒരു ആഴ്ചയിൽ ഒരു 13 കേസ് ഓപ്പറേഷൻ ചെയ്യുമായിരുന്നു. അത്രയ്ക്കും എണ്ണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ആൻറ്റിനേറ്റൽ കെയറും ബാക്കിയൊക്കെ ഇമ്പ്രൂവ് ചെയ്തതോടുകൂടി ഈ കൺജനിറ്റൽ അനോമലീസ് കുറഞ്ഞാണ് വരുന്നത്. ഓട്ടിസ്റ്റിക് കുട്ടികളുടെ നമ്പർ കുറയുന്നു എന്നാണോ ഡോക്ടർ ഒബ്സർവ് ചെയ്യുന്നത്? അനോമലീസ് കുറയുന്നുണ്ട് തീർച്ചയായിട്ടും, പിക്കപ്പ് കൂടുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഉള്ള അനോമലീസൊക്കെ ഇപ്പോൾ ഒരു 10 വർഷത്തിൽ ഞാൻ ഒരു കേസായിരിക്കും കണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു പ്രൈവറ്റ് സെക്ടർ ഇത് വെച്ച് നോക്കുമ്പോൾ. ഗവൺമെൻറ് സെക്ടറിൽ ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്. ബെറ്റർ ആൻറ്റിനേറ്റൽ കെയറൊക്കെ വന്നതോടുകൂടി അനോമലീസ് കുറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും. ഡോക്ടർ, ഈ ഓട്ടിസത്തിൻ്റെ കാര്യത്തിൽ ഈ പാരൻസിൻ്റെ പ്രത്യേകിച്ച് അമ്മമാരുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ലിങ്ക് ചെയ്തൊക്കെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് വരികയും ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആവുകയും ചെയ്തിട്ടുണ്ട്. അത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇതിപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ലഹരി ഉപയോഗിക്കുന്നത്, ഡ്രഗ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുട്ടിയെ ബാധിക്കാം. പക്ഷെ അത് ഓട്ടിസ്റ്റിക് കുട്ടി ഏത് ഫങ്ഷൻ വേണേലും ബാധിക്കാം. അത് ഇപ്പോഴൊക്കെ നമ്മൾ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലൈവ് സ്റ്റേജിലേക്ക് കുട്ടി പോകുന്ന മുമ്പ് തന്നെ നമ്മൾ പല ടെസ്റ്റ് കൊണ്ട് കണ്ടുപിടിക്കാം, അൾട്രാസൗണ്ട് കൊണ്ടും ടെസ്റ്റ് കൊണ്ടും കണ്ടുപിടിച്ചിട്ട് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയൊക്കെ ഇപ്പോൾ ചെയ്യാറുണ്ട്. ഗ്രോസ് അനോമലീസ് ഉള്ള കുട്ടികൾക്ക് ചെറിയ തോതിലല്ല. പിന്നെ ആൻറ്റിനേറ്റൽ കെയറൊക്കെ ബെറ്റർ ആണല്ലോ, വൈറ്റമിൻ സപ്ലിമെൻറ്റേഷനും ആൻറ്റിനേറ്റൽ കെയറൊക്കെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ കൺജനിറ്റൽ അനോമലീസ് ഡെഫിനറ്റ്ലി കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഡിറ്റക്ഷൻ കൂടുന്നുണ്ട്. കാരണം ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തന്നെ ഇപ്പോൾ പീഡിയാട്രീഷ്യന് തന്നെ പണ്ടൊക്കെ ഒരു ഡെലിവറി നടക്കുന്ന സ്ഥലത്ത് ഒരു പീഡിയാട്രീഷ്യൻ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ അങ്ങനെയല്ല. ഒരു പീഡിയാട്രീഷ്യൻ ഇല്ലെങ്കിൽ യു കനോട്ട് കണ്ടക്ട് എ ഡെലിവറി ഇൻ യുവർ ഹോസ്പിറ്റൽ. ഒരു പീഡിയാട്രീഷ്യൻ തീർച്ചയായിട്ടും വേണം. കാരണം ജനിച്ച ഉടനെ തന്നെ കുട്ടിക്ക് കെയർ കൊടുക്കാനും ഈവൻ ഇമ്മ്യൂണൈസേഷനും ബാക്കിയുള്ള കാര്യങ്ങളും ന്യൂനേറ്റൽ പീരീഡിലുള്ള കോംപ്ലിക്കേഷൻ കുറയ്ക്കാനൊക്കെ ആയിട്ടൊക്കെയുള്ള ഇതൊക്കെ വന്നതോടുകൂടി അനോമലീസ്
ഡിഫക്ട്സും ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഡോക്ടർ നേരത്തെ നമ്മൾ ഐക്യുവിൻ്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യമാണ് EQ. അതിൽ 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ബ്രെയിനിൻ്റെ ഏത് ഭാഗമാണ്, ഏത് പോർഷനാണ് ഈ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്? മറ്റൊന്ന്, EQ ഫോം ചെയ്യുന്നതാണോ അതോ IQ പോലെ അത് ഓൾറെഡി ഇന്നേറ്റ് ആയിട്ടുള്ളതാണോ അതോ ഓവർ സോഷ്യൽ പീരീഡിൽ? ഇമോഷനെ നിയന്ത്രിക്കുന്നത് ഈ ലിംബിക് സിസ്റ്റമാണ്. ലിംബിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ മെയിൻലി ഈ ടെമ്പറൽ ലോബ് എന്ന് പറയും, ഇവിടുത്തെ ഫ്രോണ്ടൽ ബേസ് ഓഫ് ദി ഫ്രോണ്ടൽ ലോബ്, പിന്നെ മിഡിൽ റീജിയനുള്ള ചില പാർട്സ് ലിംബിക് സിസ്റ്റം എന്ന് പറയും. ദാറ്റ് കൺട്രോൾസ് ദി ഇമോഷണൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ബീയിങ്. അത് എങ്ങനെയാണ്, ഇന്നേറ്റ് ആയിട്ടുള്ളതാണോ അതോ ഓവർ പീരീഡ്? അത് ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസാണ്, ഓൾമോസ്റ്റ് ഓട്ടോണമസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ഹാപ്പനിങ് ആണ്. പിന്നെ ഇതിൽ കുറേയൊക്കെ നമ്മുടെ ബിഹേവിയർ അനുസരിച്ച് മാറ്റിയെടുക്കാൻ പറ്റും റെസ്പോൺസൊക്കെ. ഒരു ഷോർട്ട് ടെമ്പേർഡാണ് വയലൻ്റായിട്ടുള്ള വ്യക്തികളൊക്കെ മരുന്ന് കൊണ്ടും ഇതൊക്കെ കൊണ്ട് മാറ്റിയെടുക്കാം കുറേയൊക്കെ. അതാണ് ലിംബിക് സിസ്റ്റത്തിൽ വരുന്നതാണ് ആ ഭാഗമൊക്കെ. ഈ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആളുകൾക്ക്, റിമോർസ് കുറവുള്ള ആളുകൾ, ബ്രെയിനിൽ അവർക്ക് സ്ട്രക്ചറലി ഡിഫറെൻ്റ് ആണ്. സ്ട്രക്ചറലി ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ന്യൂറോൺസും ഇൻ്റർ കണക്ഷൻസിൽ ഒന്നും വ്യത്യാസമൊന്നുമില്ല. അതെല്ലാം ഒരുപോലൊക്കെ തന്നെയാണ്. പിന്നെ ഏത് പാർട്ട് ഓഫ് ദി ബ്രെയിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇരിക്കും. ഈ നമുക്ക് ദേഷ്യവും വയലൻസും ഒക്കെ വരുമ്പോൾ നമ്മൾ ചില ഹോർമോൺസ്, കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഉണ്ട്, അഡ്രിനലിനുണ്ട്, ഇങ്ങനെയുള്ള ചില ഹാർംഫുൾ ഹോർമോൺസ്. ഈ ഹോർമോൺസ് കൂടുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, നമ്മുടെ ഈ പേശികളുമൊക്കെ ഓവറായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ് വരുന്നത്.